ഇന്ന് പയ്യന്നൂർ ടൗണിൽ വെച്ച് ജനേട്ടനെ കാണാനിടയായി. 15 വർഷത്തിന് മുകളിലായി ലോട്ടറി വിൽപ്പന തൊഴിലാളിയാണല്ലേ? അതെ. ആ. അപ്പോ നമുക്കൊരു ലോട്ടറി എടുക്കുമെന്ന് ചോദിച്ച് അടുത്ത് വന്നിട്ട് 2, 3 കവിത ചൊല്ലി തന്നു. അതൊക്കെ സ്വന്തമായിട്ട് എഴുതിയതാണെന്ന് പറയും. നമ്മള് പലപ്പോഴും പല ആളുകളെയും കാണുന്നുണ്ട്. അവരിലൊക്കെ നമ്മളറിയാത്ത ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. അപ്പൊ ജനേട്ടനെ എല്ലാരും പയ്യന്നൂരുകാരൊക്കെ കാണുന്നതാണ്. എല്ലാ ദിവസവും പയ്യന്നൂർ ടൗണിലെത്തുന്നവർ കാണുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കലാകാരൻ കൂടിയാണ് അല്ലെങ്കിൽ ഒരു കവിയാണ് എന്നുള്ളത് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. എത്ര കാലമായിട്ട് കവിത എഴുതി തുടങ്ങിയിട്ടുണ്ട്? ഏകദേശം പക്വത വന്ന നാൾ മുതലേ ക്ഷമയോടുകൂടി കേൾക്കുന്നവർക്ക് ഞാൻ എൻ്റെ കവിത കൃത്യമായിട്ട് കേൾപ്പിക്കും. അതെ. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിനന്ദനം ഉണ്ടല്ലോ, ഉം ഉം. അതാണ് എനിക്ക് കവിത കൊണ്ടുള്ള ഒരു സംതൃപ്തി. തീർച്ചയായിട്ടും. ആ, ഒരു മഞ്ഞുതുള്ളിയെ പ്രഭാതം നടത്തുന്നതിനിടയിൽ ഒരു യാ, മഞ്ഞുതുള്ളിയെ കണ്ടപ്പോൾ വരികൾ എഴുതി എന്നാണ് ആദ്യം പറഞ്ഞത്. അതെ. എങ്ങനെയായിരുന്നു ആ ഒരു കാഴ്ചയുമായി എഴുത്തൊക്കെ? അതായത് ഈ മഞ്ഞ് കിനിയുന്ന നാളുകളിൽ ഉം. പ്രഭാതത്തിൽ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ പുൽനാമ്പിൻ്റെ അഗ്രഭാഗത്തും മധ്യഭാഗത്തും മഞ്ഞുതുള്ളികൾ സ്ഫടികം പോലെ തിളങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ആഹാ. എനിക്കൊരാശയം തോന്നി. പഠിക്കാം രണ്ടുപേര് പറഞ്ഞോ. രണ്ടുപേരല്ലേ. പൂങ്കുയിൽ പാട്ട് കേട്ടു, പുലർവേള പൂത്തുലഞ്ഞു, പുൽനാമ്പിൻ തുമ്പത്തെ മഞ്ഞു കുഞ്ഞു കണങ്ങൾ മതിമറന്നുറങ്ങി കഥയറിയാതെ, വിശുദ്ധ മണിമുത്ത് വീണുറങ്ങി, വിശുദ്ധ മണിമുത്ത് വീണുറങ്ങി, പ്രഭാത കിരണങ്ങൾ കനത്തു വന്നു, നീർമണിമുത്തുകൾ ചിതറി വീണു, പുൽനാമ്പിൻ വേദന ആരറിഞ്ഞു, പുൽനാമ്പിൻ വേദന ആരറിയും. എന്നിൽ നിക്ഷിപ്തമായിരുന്ന ഒരു കടുകുമണിയോളമുള്ള സർഗവാസനയെ അത് പൊതുജന സമക്ഷം കൊണ്ടെത്തിക്കുവാൻ മനസ്സ് കാണിച്ച ഫസ്റ്റ് വൺ മീഡിയക്കും അണിയറ പ്രവർത്തകരായ വർഷക്കും ഓക്കെ, വലിയ സന്തോഷം. കാരണം നമ്മൾ ഈ എൻ്റെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി നന്ദി. ഈ പറയുന്ന പോലെ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. അപ്പൊ അത് തേടി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പൊ ജനേട്ടന് കൂടുതൽ അറിയാനാണെങ്കിൽ എന്തായിരുന്നു പഠിച്ചതൊക്കെ? എന്തായിരുന്നു? എവിടെയായിരുന്നു? പഠിച്ചത് ഞാൻ എട്ടിക്കുളായിരുന്നു. ആ, പഴയ 10ാം ക്ലാസ് ആണ്, ആ, അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ജോലി ശേഷം ഞാൻ ബേക്കറി ഫീൽഡിലായിരുന്നു. ബേക്കറി ഫീൽഡിൽ. അതിനുശേഷം പ്രവാസിയായി. അതിനുശേഷം പ്രവാസിയായി. എത്ര വർഷം ഉണ്ടായിരുന്നു? 10 വർഷത്തിനടുത്ത് ഞാൻ അബുദാബി ഉണ്ടായിരുന്നു. അബുദാബിയിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ എഴുത്തുണ്ട് കൂടെ? ഉണ്ട്. അബുദാബിയിൽ നിന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു അമ്മേൻ്റെ ഒരു പാട്ട്. പാട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയതിന് ശേഷം ഞാനൊരു ഗാനം അമ്മയെ സ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരെയും ഈ ഗാനത്തിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ലോകത്തിലുള്ള മുഴുവൻ അമ്മമാരെയും നമുക്ക് ഈ ഗാനത്തിലൂടെ ഓർക്കാം, ആലപിക്കാം. നിത്യതയിൽ ഉറങ്ങുന്നു അമ്മ, മിഴിപൂട്ടി ഉറങ്ങുന്നു അമ്മ, പൂനില പുതിച്ചതും കണ്ടില്ല അമ്മ, പുലരി പിറന്നതും കണ്ടില്ല അമ്മ, പൂക്കൾ വിരിഞ്ഞതും കണ്ടില്ല അമ്മ, പൂമ്പാറ്റകൾ പറന്നതും കണ്ടില്ല അമ്മ. അനുഗ്രഹമാവട്ടെ മാനവ ജന്മങ്ങൾ, ദീപ്തമാകട്ടെ അന്തരംഗം, പ്രോജ്വലിക്കട്ടെ കർമ്മമണ്ഡലം, പ്രോജ്വലിക്കട്ടെ കർമ്മമണ്ഡലം, പ്രോജ്വലിക്കട്ടെ കർമ്മമണ്ഡലം.